ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2025 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. ഇത് പ്രഭാഷകൻ 48-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വീഡിയോയാണ്. 2 വീഡിയോ കൂടിയാകുമ്പോൾ പ്രഭാഷകനിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളുടെയും വീഡിയോ പൂർണ്ണമാവുകയാണ്. ഇതിനു സമാന്തരമായി തന്നെ മോക്ക് ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. 100 മോക്ക് ടെസ്റ്റുകളാണ് ആകെ നടത്തപ്പെടുക. അതിൽ 20 മോക്ക് ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞു. ഇനിയും 80 മോക്ക് ടെസ്റ്റുകൾ കൂടി നടത്തുന്നുണ്ട്. ഒരു പ്രാവശ്യം മോക്ക് ടെസ്റ്റ് നടത്തിയ ഭാഗം 2-3 തവണ ആവർത്തിച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസ് ഗൂഗിൾ പേ ചെയ്യേണ്ടതാണ്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ അതേ ചോദ്യോത്തരങ്ങൾ ഒരു പുസ്തകമാക്കിയിട്ടുണ്ട്. 312 പേജുകളുള്ള 4000-ഓളം ചോദ്യങ്ങളുള്ള 2025 ലോഗോസിന്റെ മുഴുവൻ ഭാഗങ്ങളും കവർ ചെയ്യുന്ന ഒരു പുസ്തകമാണ്. 230 രൂപയാണ് പുസ്തകത്തിന്റെ വില. അതിന്റെ ഡിസ്കൗണ്ട് പ്രൈസ് 200 രൂപയാണ്. പോസ്റ്റൽ ചാർജ് ഉൾപ്പെടെ കേരളത്തിനുള്ളിൽ 250 രൂപയും കേരളത്തിന് പുറത്ത് 300 രൂപയുമാണ് പുസ്തകം ലഭിക്കുന്നതിനായി അയക്കേണ്ട തുക. സ്ക്രീനിൽ കാണുന്ന ഗൂഗിൾ പേ നമ്പറിൽ പൈസ അയച്ചതിനു ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ടും അഡ്രസ്സും ഫോൺ നമ്പരും കൂടി അയച്ചു തന്നാൽ 4-5 ദിവസത്തിനുള്ളിൽ തന്നെ പുസ്തകം നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ അധ്യായം 48-ന്റെ 2-ാമത്തെ തലക്കെട്ട് എലീഷ. 2. ഏലിയായെ വലം ചെയ്തതെന്ത്? ചുഴലിക്കാറ്റ്. 3. ചുഴലിക്കാറ്റ് ആരെയാണ് വലയം ചെയ്തത്? ഏലിയായെ. 4. എലീഷായിൽ അവന്റെ ചൈതന്യം നിറഞ്ഞു. ആരുടെ? ഏലിയായുടെ. 5. ഏലിയായുടെ ചൈതന്യം നിറഞ്ഞത് ആരിൽ? എലീഷായിൽ. 6. ജീവിതകാലത്ത് അവൻ അധികാരികളുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല. ആര്? എലീഷ. 7. ജീവിതകാലത്ത് എലീഷ ആരുടെ മുമ്പിൽ ഭയന്നു വിറച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? അധികാരികളുടെ മുമ്പിൽ. 8. ഒന്നും അവന് ദുസ്സാധ്യമായിരുന്നില്ല. ആർക്ക്? എലീഷായ്ക്ക്. 9. ഒന്നും എലീഷായ്ക്ക് എന്തായിരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദുസ്സാധ്യമായിരുന്നില്ല. 10. മരിച്ചിട്ടും പ്രവചിച്ചതാര്? എലീഷ. 11. മരിച്ചിട്ടും എലീഷ എന്തു ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? പ്രവചിച്ചു. 12. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ആര്? എലീഷ. 13. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ അവൻ എലീഷ എപ്പോഴാണ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നത്? മരണശേഷവും. 14. മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് എപ്പോൾ എന്ന പോലെയാണ്? ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ. 15. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും എലീഷ പ്രവർത്തിച്ചത് എന്ത്? അത്ഭുതങ്ങൾ. 16. ജീവിച്ചിരുന്നപ്പോൾ എന്ന പോലെ മരണശേഷവും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഇതെല്ലാം കണ്ടിട്ടും അനുതപിക്കാതിരുന്നത് ആര്? ജനം. 17. ഇതെല്ലാം കണ്ടിട്ടും ജനം അനുതപിച്ചില്ല. എന്തിൽ നിന്ന് പിന്മാറിയും ഇല്ല? പാപത്തിൽ നിന്നും. 18. എവിടെ നിന്നാണ് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയത്? സ്വദേശത്തു നിന്ന്. 19. സ്വദേശത്തു നിന്ന് അവരെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. അവർ എവിടെയാണ് ചിതറിയത്? ഭൂമിയിലെങ്ങും. 20. ഭൂമിയിലെങ്ങും ചിതറിയതാര്? സ്വദേശത്തു നിന്ന് അടിമകളായി പിടിച്ചുകൊണ്ടു പോകപ്പെട്ടവർ. 21. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം അവശേഷിച്ചത് എവിടെ? ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ. 22. ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം ആരുടെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെയാണ് അവശേഷിച്ചത്? ദാവീദിന്റെ. 23. ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ചത് ആര്? ജനത്തിൽ ഒരു ചെറിയ ഗണം മാത്രം. 24. ചിലർ ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. ചിലർ ആര്? ദാവീദിന്റെ ഭവനത്തിൽ നിന്നുള്ള അധികാരികളോടുകൂടെ അവശേഷിച്ച ജനത്തിൽ ഒരു ചെറിയ ഗണം. 25. ചിലർ ആർക്ക് പ്രീതികരമായാണ് ജീവിച്ചത്? ദൈവത്തിന്. 26. പാപത്തിൽ മുഴുകിയത് ആര്? മറ്റുള്ളവർ.
27 മറ്റുള്ളവർ ചെയ്തതെന്ത്? പാപത്തിൽ മുഴുകി. 28 പ്രഭാഷകൻ അധ്യായം 48 മൂന്നാമത്തെ തലക്കെട്ട് ഹെസക്കിയ ഏശയ്യ. 29 തന്റെ നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തതാര്? ഹെസക്കിയ. 30 ഹെസക്കിയ തന്റെ നഗരത്തിൽ ചെയ്തതെന്തെല്ലാം? നഗരം മതിലുകെട്ടി ഉറപ്പിക്കുകയും നഗരത്തിൽ ജലം കൊണ്ടുവരികയും ചെയ്തു. 31 ഹെസക്കിയ തന്റെ നഗരം എങ്ങനെയാണ് ഉറപ്പിച്ചത്? മതിലുകെട്ടി. 32 ഹെസക്കിയ തന്റെ നഗരത്തിൽ കൊണ്ടുവന്നത് എന്ത്? ജലം. 33 ഹെസക്കിയ പാറ തുരന്നതെങ്ങനെ? ഇരുമ്പുകൊണ്ട്. 34 ഹെസക്കിയ ഇരുമ്പുകൊണ്ട് പാറ തുരന്ന് ചെയ്തതെന്ത്? കുളങ്ങൾ കുഴിച്ചു. 35 ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചതാര്? സെന്നാകെരീബ്. 36 സെന്നാകെരീബ് രാജ്യം ആക്രമിക്കുകയും ആരെ അയക്കുകയും ചെയ്തു? റബ്ഷക്കയെ. 37 റബ്ഷക്കയെ അയച്ചതാര്? സെന്നാകെരീബ്. 38 ആരുടെ നാളുകളിലാണ് സെന്നാകെരീബ് രാജ്യം ആക്രമിക്കുകയും റബ്ഷക്കയെ അയക്കുകയും ചെയ്തത്? ഹെസക്കിയായുടെ. 39 സിയോനെതിരെ കരമുയർത്തിയതാര്? റബ്ഷക്ക. 40 റബ്ഷക്ക കരമുയർത്തിയത് ആർക്കെതിരെ? സിയോനെതിരെ. 41 റബ്ഷക്ക സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ജനത്തിന് സംഭവിച്ചത് എന്തെല്ലാം? ജനത്തിന്റെ ഹൃദയം കുലുങ്ങി, കരങ്ങൾ വിറച്ചു. 42 ജനത്തിന്റെ ഹൃദയം കുലുങ്ങുകയും കരങ്ങൾ വിറയ്ക്കുകയും ചെയ്തതെപ്പോൾ? റബ്ഷക്ക സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ. 43 റബ്ഷക്ക സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ആരുടെ ഹൃദയമാണ് കുലുങ്ങിയത്? ജനത്തിന്റെ. 44 റബ്ഷക്ക സിയോനെതിരെ കരമുയർത്തി അഹങ്കാര ജൽപ്പനം മുഴക്കിയപ്പോൾ ആരുടെ കരങ്ങളാണ് വിറച്ചത്? ജനത്തിന്റെ. 41 ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ കഠിന വ്യഥ അനുഭവിച്ചതാര്? ജനങ്ങൾ. 42 ജനങ്ങൾ എന്താണ് അനുഭവിച്ചത്? കഠിനവ്യഥ. 43 ജനങ്ങൾ കഠിനവ്യഥ അനുഭവിച്ചതെങ്ങനെ? ഈറ്റുനോവെടുത്ത സ്ത്രീയെപ്പോലെ. 44 കഠിനവ്യഥ അനുഭവിച്ച ജനങ്ങൾ കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചതെങ്ങനെ? കൈകൾ ഉയർത്തി. 45 ജനങ്ങൾ കൈകൾ ഉയർത്തി ആരെയാണ് വിളിച്ചപേക്ഷിച്ചത്? കാരുണ്യവാനായ കർത്താവിനെ. 46 ജനങ്ങൾ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവരുടെ നിലവിളി ശ്രവിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തതാര്? പരിശുദ്ധനായവൻ. 47 ജനങ്ങൾ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പരിശുദ്ധനായവൻ എവിടെ നിന്നാണ് അവരുടെ നിലവിളി ശ്രവിക്കുകയും അവരെ രക്ഷിക്കുകയും ചെയ്തത്? സ്വർഗത്തിൽ നിന്ന്. 48 ജനങ്ങൾ കൈകൾ ഉയർത്തി കാരുണ്യവാനായ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ പരിശുദ്ധനായവൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ നിലവിളി തൽക്ഷണം ശ്രവിക്കുകയും ആരുവഴി അവരെ രക്ഷിക്കുകയും ചെയ്തു? ഏശയ്യ വഴി. 49 അസറിയാക്കാരുടെ പാളയം തകർത്തതാര്? കർത്താവ്. 50 കർത്താവ് ആരുടെ പാളയം തകർത്തു എന്നാണ് പ്രഭാഷകൻ 48:21 പറയുന്നത്? അസീറിയാക്കാരുടെ. 51 കർത്താവ് അസീറിയാക്കാരുടെ എന്താണ് തകർത്തത്? പാളയം. 52 അവിടുത്തെ ദൂതൻ അവരെ മായിച്ചു കളഞ്ഞു. ഇവിടെ പറയുന്ന അവിടുത്തെ, അവരെ എന്നീ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ആരെ? അവിടുത്തെ എന്ന് പറയുന്നത് കർത്താവും അവരെ എന്ന് പറഞ്ഞിരിക്കുന്നത് അസീറിയാക്കാരും. 53 ആരാണ് അസീറിയാക്കാരെ മായിച്ചു കളഞ്ഞത്? അവിടുത്തെ ദൂതൻ, അതായത് കർത്താവിന്റെ ദൂതൻ. 54 അവിടുത്തെ കർത്താവിന്റെ ദൂതൻ മായിച്ചു കളഞ്ഞതാരെ? അസീറിയാക്കാരെ. 55 അവിടുത്തെ ദൂതൻ അസീറിയാക്കാരെ മായിച്ചു കളയാൻ കാരണമെന്ത്? ഹെസക്കിയ ദൈവത്തിന് പ്രീതികരമായവ പ്രവർത്തിച്ചതുകൊണ്ട്. 56 ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ യെശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച്
അവൻ തന്റെ പിതാവായ ദാവീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നു. ആര്? ഹെസക്കിയ. 57 ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും ആര്? യെശയ്യ. 58 പ്രഭാഷകൻ 48:22 യെശയ്യ പ്രവാചകന് നൽകിയിരുന്ന വിശേഷണങ്ങൾ എന്തെല്ലാം? ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനും. 59 ഉന്നതനും വിശ്വാസ്യമായ ദർശനത്തോടു കൂടിയവനുമായ യെശയ്യാ പ്രവാചകന്റെ പ്രബോധനമനുസരിച്ച് ഹെസക്കിയ ആരുടെ മാർഗത്തിലാണ് ഉറച്ചു നിന്നത്? തന്റെ പിതാവായ ദാവീദിന്റെ. 60 ഹെസക്കിയായുടെ പിതാവാര്? ദാവീദ്. 61 ആരുടെ കാലത്താണ് സൂര്യൻ പുറകോട്ട് ചരിച്ചത്? ഹെസക്കിയായുടെ. 62 ഹെസക്കിയായുടെ കാലത്ത് പുറകോട്ട് ചരിച്ചതാര്? സൂര്യൻ. 63 ഹെസക്കിയായുടെ കാലത്ത് സൂര്യന് എന്ത് സംഭവിച്ചു എന്നാണ് പ്രഭാഷകൻ പറഞ്ഞിരിക്കുന്നത്? പുറകോട്ട് ചരിച്ചു. 64 അവൻ വഴി രാജാവിന്റെ ആയുസ് ദീർഘിച്ചു. ആര് വഴി? ഹെസക്കിയ വഴി. 65 ഹെസക്കിയ വഴി ആരുടെ ആയുസ്സാണ് വർദ്ധിച്ചത്? രാജാവിന്റെ. 66 ഹെസക്കിയ വഴി രാജാവിന്റെ എന്താണ് വർദ്ധിച്ചത്? ആയുസ്. 67 ഹെസക്കിയ വഴി രാജാവിന്റെ ആയുസ് എന്തു ചെയ്തു? വർദ്ധിച്ചു. 68 ആത്മാവിന്റെ ശക്തി കൊണ്ട് അവൻ ഹെസക്കിയ ചെയ്തതെന്ത്? അവസാന നാളുകൾ ദർശിക്കുകയും സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. 69 ആത്മാവിന്റെ ശക്തി കൊണ്ട് ഹെസക്കിയ എന്താണ് ദർശിച്ചത്? അവസാന നാളുകൾ. 70 ആത്മാവിന്റെ ശക്തി കൊണ്ട് ഹെസക്കിയ ആരെയാണ് ആശ്വസിപ്പിച്ചത്? സിയോനിൽ വിലപിച്ചുകൊണ്ടിരുന്നവരെ. 71 ആത്മാവിന്റെ ശക്തി കൊണ്ട് ഹെസക്കിയ എവിടെ വിലപിച്ചുകൊണ്ടിരുന്നവരെയാണ് ആശ്വസിപ്പിച്ചത്? സിയോനിൽ. എന്ന് സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുമ്പ് ഹെസക്കിയ വെളിപ്പെടുത്തിയത് കാലത്തിന്റെ സമാപ്തിയിൽ. 73 കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന എന്തു കാര്യങ്ങളാണ് സംഭവിക്കുന്നതിന് മുൻപ് ഹെസക്കിയ വെളിപ്പെടുത്തിയത്? നിഗൂഢ കാര്യങ്ങൾ. 74 കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ ഹെസക്കിയ വെളിപ്പെടുത്തിയത് എപ്പോൾ? സംഭവിക്കുന്നതിന് മുമ്പ്. 75 കാലത്തിന്റെ സമാപ്തിയിൽ സംഭവിക്കാനിരിക്കുന്ന നിഗൂഢ കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് ഹെസക്കിയ എന്തു ചെയ്തു? വെളിപ്പെടുത്തി. ഇങ്ങനെ 75 ചോദ്യങ്ങളാണ് പ്രഭാഷകൻ 48-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് തയ്യാറാക്കിയിട്ടുള്ളത്. പഠന സഹായിയുടെ കാര്യം ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു. പുസ്തകം ആവശ്യമുള്ളവർ എത്രയും വേഗം പേയ്മെന്റ് അയച്ചതിനു ശേഷം അഡ്രസ്സും സ്ക്രീൻഷോട്ടുമായി അയച്ചു തരിക. എല്ലാവരും നന്നായി വചനം പഠിക്കുക. പരമാവധി ആളുകൾക്ക് വചനം പഠിക്കാൻ ഒരു സഹായം, പ്രോത്സാഹനം നൽകിയാൽ അതിൻ്റെ നന്മയും അനുഗ്രഹവും നമുക്ക് കൂടുതലായി ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.